ഹലോ ആനിച്ചേട്ടാ, ഷറഫുദ്ദീനാണ് ആക്ടർ. ഷറഫുദ്ദീൻ പറയും. ആനിച്ചേട്ടാ, എനിക്ക് ലാലിനോടൊന്ന് സംസാരിക്കാൻ പറ്റും? സാറിന് ഇപ്പൊ കൊടുക്കാലോ, ഇപ്പൊ കൊടുക്കാം. ലാൽ സാറേ, നമ്മുടെ ഷറഫുദ്ദീൻ, ആർട്ടിസ്റ്റ് ഷറഫുദ്ദീൻ. ഹലോ, ആരാണ്? ലാലേട്ടാ, ഞാൻ ഷറഫുദ്ദീനാണ് ആക്ടർ. ഷറഫുദ്ദീൻ പറയും. എന്താ കാര്യം? എന്താണ് ഞാൻ വിളിച്ചത്? എന്റെ ഒരു പുതിയ സിനിമയുണ്ട്, പെറ്റ് ഡിറ്റക്റ്റീവ് എന്നാണ് പേര്. പെറ്റ് ഡിറ്റക്റ്റീവ് അല്ലേ? ഓക്കെ, കൊള്ളാലോ അത്. അപ്പം അത് ഈ അടുത്ത ദിവസം റിലീസ് ആവുകയാണ്. അപ്പം ഞാനിപ്പോ ലാലേന്റെ അടുത്തൊരു റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. എന്താണ് റിക്വസ്റ്റ്? എന്തുകൊണ്ട് ചോദിക്കാലോ? ഞാനത് കുറെ കഷ്ടപ്പെട്ട് എന്റെ കയ്യിലുള്ള എല്ലാം ഇട്ടിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. അല്ല, ആന്റണി, ഞാനും അങ്ങനെയൊക്കെ തന്നെയല്ലേ മോനെ. ഇതിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അതെ ലാലേട്ടാ, അല്ല, നിങ്ങൾ കാര്യം പറയൂ. എന്താണ്? എനിക്കിങ്ങനെ എന്താ പറയാ, അപ്പൊ ലാലേട്ടാ, ഞാൻ 10-ാം തീയതിയാണ് പ്ലാൻ ചെയ്തത്. 10-ാം തീയതി എന്താണ്? അതേ ദിവസം തന്നെയാണ് ലാലേട്ടാ രാവണപ്രഭു റിലീസ് ആവുന്നത്. അതെ, രാവണപ്രഭു 4K-ലാണ് റിലീസ് ആവുന്നത്. അതെ. അപ്പം എനിക്ക് ഒരു ഇതെന്ന് വെച്ചാലേ, അല്ല മോനെ എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഇങ്ങനെ ഡിലേ ആക്കുന്നത് എന്തിനാണ്? ഞാൻ പറയാം. ലാലേട്ട, ശരിക്കും ഒരു ലാലേട്ടനെ പോലും എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് 2 ലാലേട്ടൻ വരുന്നത്. അല്ല അത് ഞാനല്ലല്ലോ മോനെ. രഞ്ജിത്ത് ഡയറക്ട് ചെയ്തു, ഞാൻ അഭിനയിച്ചു. അത്ര കരിമീക്കെട്ട് അഴിഞ്ഞു വീണേക്കുന്ന എന്റെ നെഞ്ചത്താണ് ലാലേട്ട. അത് കൊള്ളാലോ മോനെ. എവിടെയാണ്? ഞാൻ പറയട്ടെ, ഞാൻ ലാലേട്ടൻ ഏതെങ്കിലും ഒരു കാരണവശാൽ ഡേറ്റ് മാറ്റാൻ അല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മുടെ റിലീസ് ഡേറ്റ് മാറ്റണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല മോനെ, എനിക്ക് ഇപ്പൊ ഇത് ആലോചിക്കുമ്പോ എന്റെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താണെന്നറിയോ? ഇത് രഞ്ജിത്ത് തന്നെ ആ സിനിമയിൽ എഴുതിയ ഒരു ഡയലോഗാണ്. അത് ഏകദേശം ഇങ്ങനെയാണ് പറയാ: ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന ഒരു കളിയാണ് മോനെ. അതെ, അല്ല, മനസ്സിലായില്ലേ മോനെ? മനസ്സിലായി. ക്ലാരിറ്റി. ഓക്കെ മോനെ. ലൈൻ കട്ട്. അപ്പൊ നമ്മൾ ഡേറ്റ് മാറ്റിക്കോ. ഒക്ടോബർ 16 4 രാവണപ്രഭു ടിക്കറ്റ് ബുക്ക് ചെയ്യും.